തിങ്കളാഴ്ച രാവിലെയാണ് കാസർകോട് ചെറുവത്തൂരിലെ വിജയ ബാങ്കിലെ കവർച്ച പുറത്തറിഞ്ഞത്. ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ തറ തുരന്നായിരുന്നു കവർച്ച. ബാങ്കിന് താഴത്തെ നിലയിലെ കടമുറി വാടകയ്ക്കെടുത്ത സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം സ്വദേശി ഇസ്മായിൽ എന്ന് പരിചയപ്പെടുത്തിയ ആളാണ് കടമുറി വാടകയ്ക്കെടുത്തത്. ഇയാളുടെ പേരും വിലാസവും വ്യാജമാണെന്ന് പോലീസ് പറയുന്നു. ഇയാൾക്ക് കടമുറി വാടകയ്ക്ക് നൽകാൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ച തൃക്കരിപ്പൂർ വെള്ളാപ്പ് സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ കൂടി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് എഡിജിപി ശങ്കർ റെഡ്ഡി പറഞ്ഞു. ബാങ്കിലെ സ്ട്രോങ് റൂമിലുണ്ടായിരുന്ന ഷെൽഫ് കുത്തിപ്പൊളിച്ചാണ് സംഘം 3 ലക്ഷം രൂപ കവർന്നത്. ഒരു ലോക്കറിലുണ്ടായിരുന്ന 4 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചു. ഈ ലോക്കർ കുത്തിത്തുറന്ന ലക്ഷണമില്ല. രണ്ടാമത്തെ ലോക്കർ കവർച്ചാ സംഘത്തിന് പൊളിക്കാനായിട്ടില്ല. 7 കോടിയോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് ബാങ്കിലുണ്ടായിരുന്നത്. പ്രതികളുടെ രേഖാചിത്രം വൈകിട്ടോടെ പുറത്തിറക്കുമെന്ന് പോലീസ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 3 മണിക്ക് സംഭവസ്ഥലം സന്ദർശിക്കും. മീഡിയ 1 കാസർകോട്.